വെൽക്കം ഓൾ. നമ്മുടെ ഐപ്ലസ് അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ടേണർ പരീക്ഷയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ അതിൻ്റെ തേർഡ് പാർട്ടാണിത്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 21ലേക്ക് പോവാം. ദി എൻഡ് ഓഫ് ടിസ്റ്റിൽ ബിറ്റ് ഷേപ്പ് ഈസ്, അതായത് ടിസ്റ്റ് ഡ്രില്ലിൻ്റെ ബിറ്റിൻ്റെ എൻഡിൻ്റെ ഷേപ്പ് എന്താണെന്നാണ് ചോദ്യം. ഓക്കെ, അപ്പം ടിസ്റ്റിൽ ബിറ്റിൻ്റെ എൻഡിൻ്റെ ഷേപ്പ് എന്താണെന്നാണ് ചോദ്യം. ഒന്ന് ഫ്ലാറ്റ് ആണോ, ബി റൗണ്ട് ആണോ, സി കോണിക്കൽ ആണോ, സ്ട്രെയിറ്റ് ആണോ എന്നുള്ളതാണ് ഓപ്ഷൻസ്. അപ്പം നമുക്കറിയാം ഇതിൻ്റെ ടിസ്റ്റിൽ ബിറ്റ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ എൻഡിൻ്റെ ഷേപ്പ് കോണിക്കൽ ആയിരിക്കും, കോണിക്കൽ ഷേപ്പ് ആയിരിക്കും. ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ, കോണിക്കൽ. ഓക്കെ, അടുത്ത് നമ്മളെ ക്വസ്റ്റ്യൻ നമ്പർ 22ലേക്ക് പോവാം. യൂസ്ഡ് ടു റിമൂവ് എ ബ്രോക്കൺ ടാപ്പ് ഇൻ എ ഹോൾ. ഈ താഴെ പറയുന്ന ഏതാണ് നിങ്ങളൊരു ഹോളിനകത്തൊരു ടാപ്പ് ഒടിഞ്ഞിരിക്കുവാണെങ്കിൽ ഇതിനെ റിമൂവ് ചെയ്തെടുക്കാൻ വേണ്ടി ഈ താഴെ പറയുന്ന ഏത് സംഭവമാണ് ഉപയോഗിക്കുന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഒന്ന്, ഓപ്ഷൻ എ എന്ന് പറഞ്ഞ സ്ക്രൂ ഡ്രൈവർ ആണോ, ബി ടാപ്പ് എക്സ്ട്രാക്ടർ ആണോ, ഓപ്ഷൻ സി പഞ്ച് ആണോ, ഓപ്ഷൻ ഡി സ്ക്രൈബർ ആണോ. നമുക്കറിയാം സ്ക്രൂ ഡ്രൈവർ എന്തിനാണ് ഉപയോഗിക്കുന്നത്? സ്ക്രൂവിനെ മൗണ്ട് ചെയ്യാനും ഡിസ്മാൻഡിൽ ചെയ്യാനും വേണ്ടിയിട്ട്, അല്ലെങ്കിൽ സ്ക്രൂവിനെ നമ്മൾ ടൈറ്റൻ ചെയ്യാനും ലൂസൻ ചെയ്യാൻ വേണ്ടിയിട്ട് സ്ക്രൂ ഡ്രൈവർ ഉപയോഗിക്കുന്നത്. അപ്പോൾ എന്തായാലും അല്ല. പിന്നെ പഞ്ച് ഹോൾ ഇടാൻ വേണ്ടിയാണ്, അതറിയാം. സ്ക്രൈബർ എന്തിനാണ് ഉപയോഗിക്കുന്നത് നമ്മൾ നേരെ പഠിച്ചായിരുന്നു. അപ്പോൾ അത് മൂന്നുമല്ല. ഓപ്ഷൻ ബി ടാപ്പ് എക്സ്ട്രാക്ടർ ആണ് നമ്മുടെ ആൻസർ. അല്ലെങ്കിൽ തന്നെ നിങ്ങൾക്ക് ആ പേരിൽ നിന്ന് മനസ്സിലാക്കാം, ടാപ്പ് എക്സ്ട്രാക്ടർ എന്ന് പറഞ്ഞാൽ ഒടിഞ്ഞ ഒരു ടാപ്പിന് അതിനകത്തുനിന്ന് പുറത്തെടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന സാധനത്തിൻ്റെ പേര് ടാപ്പ് എക്സ്ട്രാക്ടർ എന്നാണ്. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ. നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 23ലേക്ക് പോകാം. അതായത് ഡ്രിൽ ചെക്സ് ആർ ഹെൽഡ് ഓൺ ദ മെഷീൻ സ്പിൻഡിൽ ബൈ മീൻസ് ഓഫ്. ഈ ഡ്രിൽ ചെക്ക് നമ്മുടെ മെഷീൻ സ്പിൻഡിൽ ഹോൾഡ് ചെയ്ത് വെച്ചേക്കുന്നത് ഈ താഴെ പറയുന്ന ഏത് എൻ്റെ സഹായത്തോടുകൂടിയാണ് ചോദ്യം. ഓക്കെ, ഓപ്ഷൻ എ എന്ന് പറയുന്നത് ചക്ക് നട്ട് ഉപയോഗിച്ചിട്ടാണോ, ഓപ്ഷൻ ബി ഡ്രിഫ്റ്റ് വെച്ചിട്ടാണോ, ഓപ്ഷൻ സി ആർബറിലാണോ, ഓപ്ഷൻ ഡി നെക്കാണോ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, മെഷീൻ സ്പിൻഡിൽ ഡ്രിൽ ചെക്കിനെ നമ്മൾ ഹോൾഡ് ചെയ്ത് വെക്കുന്നത് ആർബർ ഉപയോഗിച്ചിട്ടാണ്, ആർബറിലാണ്. ഓക്കെ, ആർബർ. ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ, ആർബർ. ഓക്കെ, അടുത്ത നമ്മുടെ ക്വസ്റ്റ്യൻ നമ്പർ 24. അതായത് വിച്ച് ഈസ് ദ ഫോർമുല ടു ഫൈൻഡ് ഔട്ട് ടേപ്പർ ഡ്രിൽ സൈസ്. നമ്മൾ ടേപ്പറിനെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ടാപ്പിന്റെ ഡ്രിൽ സൈസ് കണ്ടുപിടിക്കാൻ ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഓർമ്മയുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തായാലും നമുക്ക് ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ ഡ്രിൽ സൈസ് ഈക്വൽ ടു ടാപ്പ് സൈസ് മൈനസ് പിച്ച്. ഓപ്ഷൻ ബി ഡ്രിൽ സൈസ് ഈക്വൽ ടു 3 ഇൻറ്റു പിച്ച്. ഓപ്ഷൻ സി ഡ്രിൽ സൈസ് ഈക്വൽ ടു 2 ഇൻറ്റു പിച്ച്. ഓപ്ഷൻ ഡി ഡ്രിൽ സൈസ് ഈക്വൽ ടു 2 ഇൻറ്റു ടാപ്പ് സൈസ്. അപ്പം നമ്മളന്ന് ടാപ്പിനെ കുറിച്ച് പഠിച്ച സമയത്ത് നമ്മൾ പഠിച്ചായിരുന്നു, ടാപ്പ് ഡ്രിൽ സൈസ് അല്ലെങ്കിൽ ഡ്രിൽ സൈസ് ഓഫ് ദ ടാപ്പ് എന്ന് പറയുന്നത് ടാപ്പ് സൈസ് മൈനസ് പിച്ച് ആണ്. അതായത് നമ്മുടെ ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ, ഡ്രിൽ സൈസ് ഈസ് ഈക്വൽ ടു ടാപ്പ് സൈസ് മൈനസ് പിച്ച്. ഓക്കെ, അടുത്തതായി നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 25ലേക്ക് പോവാം. ദ പോയിന്റ് ആംഗിൾ ഓഫ് എ ജനറൽ പർപ്പസ് ഡ്രില്ല്. നമ്മൾ പണ്ടേ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചു വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്. ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്, പല രീതികളിലും ചോദിക്കാറുണ്ട്. അത് പോയിന്റ് ആംഗിൾ ഓഫ് എ ജനറൽ പർപ്പസ് ഡ്രില്ല് എന്ന് പറയുന്നത് 27 ഡിഗ്രി ആണോ, ഓപ്ഷൻ ബി 60 ഡിഗ്രി ആണോ, ഓപ്ഷൻ സി 90 ഡിഗ്രി ആണോ, ഓപ്ഷൻ ഡി 118 ഡിഗ്രി ആണോ. അപ്പം നമ്മൾ ഈ ഓപ്ഷൻ നമ്മൾ ഒരുപാട് തവണ കണ്ടിട്ടുണ്ട്. ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി 118 ആണ്. അത് മറക്കരുത്. പോയിന്റ് ആംഗിൾ ഓഫ് ജനറൽ പർപ്പസ് ഡ്രിൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 118 ഡിഗ്രിയാണ്. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 26ലേക്ക് പോവാം. ദ ആംഗിൾ ഓഫ് BSW ത്രെഡ് ഈസ്. അതായത് BSW ത്രെഡിന്റെ ആംഗിൾ എത്രയാണ്? BSW എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷ് സ്റ്റാൻഡേർഡ് വിറ്റ്വർത്ത് എന്നാണ് അതിന്റെ ഫുൾ ഫോം. ഓക്കെ, ബ്രിട്ടീഷ് സ്റ്റാൻഡേർഡ് വിറ്റ്വർത്ത്, അതാണ് വിറ്റ്വർത്ത് ആണ് BSW. അപ്പം ആംഗിൾ ഓഫ് BSW ത്രെഡിന്റെ ആംഗിൾ എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ 55 ഡിഗ്രി, ഓപ്ഷൻ ബി 60 ഡിഗ്രി, ഓപ്ഷൻ സി 29 ഡിഗ്രി, ഓപ്ഷൻ ഡി 45 ഡിഗ്രി. അപ്പം നമ്മൾ മനസ്സിലാക്കണം, BSWന്റെ ത്രെഡിന്റെ ആംഗിൾ എന്ന് പറയുന്നത് 55 ഡിഗ്രിയാണ്, 55 ഡിഗ്രി. അപ്പോൾ ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ, 55 ഡിഗ്രി. ക്വസ്റ്റ്യൻ നമ്പർ 27ലേക്ക് പോവാം. ദ ലീഡ് ഓഫ് 3 സ്റ്റാർ ത്രെഡ് ഓഫ് 2 mm പിച്ച്. അതായത് ഒരു 2 mm പിച്ച് ഉള്ള ഒരു ലീഡ് സ്ക്രൂ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ലീഡ് ഉണ്ടെങ്കിൽ അതിന്റെ 3 സ്റ്റാർ ത്രെഡ് ആണെങ്കിൽ അതിന്റെ പിച്ച് എത്രയെന്നാണ് ചോദ്യം. ദ ലീഡ് ഓഫ് 3 സ്റ്റാർ ത്രെഡ് ഓഫ് 2 mm പിച്ച്. അപ്പോൾ 2 mm പിച്ച് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ ജസ്റ്റ് നമ്മൾ 3 സ്റ്റാർട്ട് അല്ലേ, അപ്പോൾ 2 ഇൻറ്റു 3 അതാണ് അതിന്റെ പിച്ച് വരുന്നത്. അതായത് നമ്മുടെ കൂടെ ഓപ്ഷൻ ബി 6 mm ആണ് പിച്ച്. എങ്ങനെയാന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് സ്റ്റാർട്ട് ഇൻറ്റു പിച്ച്.
ആണ് ലെഡ് എന്ന് പറയുന്നത്. നമ്പർ ലെഡ് ഓഫ് 3 സ്റ്റാർ ത്രെഡ് ഓഫ് 2 mm പിച്ച് എന്നാണ് പറയുന്നത്. ഇപ്പം പിച്ച് 2 mm ആണ് വന്നിരിക്കുന്നത്. അതിൻ്റെ സ്റ്റാർട്ട് നമ്പർ ഓഫ് സ്റ്റാർട്ട് എന്ന് പറയുന്നത് 3 ആണ്. അപ്പം അതിൽ ലീഡ് എന്ന് പറഞ്ഞാൽ പിച്ച് ഇൻറ്റു നമ്പർ ഓഫ് സ്റ്റാർസ്, അതായത് 2 ഇൻറ്റു 3, അതായത് 6 mm. ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ, 6 mm. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 28ലേക്ക് പോകാം. സ്ക്രൂ ത്രെഡ്സ് ആർ പ്രൊവൈഡഡ് വിത്ത് മെറ്റൽ റിമൂവൽ ബൈ എ പ്രോസസ് കോൾഡ്. അതായത് നമ്മൾ ത്രെഡ് ഉണ്ടാക്കുമ്പോൾ മെറ്റൽ റിമൂവ് ചെയ്യാതെ ഈ താഴെ പറയുന്ന ഏത് പ്രോസസ് വെച്ചാണ് നമുക്ക് ത്രെഡ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് ചോദ്യം. അതായത് മെറ്റൽ റിമൂവൽ ഇല്ലാതെ നമുക്ക് ത്രെഡ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അത് ഈ താഴെ പറയുന്നതിൽ ഏത് മെത്തേഡ് ഉപയോഗിച്ചാണ് നമ്മൾ ഈ പറയുന്ന മെറ്റൽ റിമൂവൽ വിത്തൗട്ട് ത്രെഡ് കട്ടിങ് വിത്തൗട്ട് മെറ്റൽ റിമൂവൽ ചെയ്യാൻ പറ്റുന്നതാണ് ചോദ്യം. സ്ക്രൂ ത്രെഡ് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു പ്രോസസ്സാണ്. ആ പ്രോസസ്സിൽ നമ്മൾ എന്താണ് ചെയ്യുന്നത്? ആ പ്രോസസ്സിൽ നമ്മൾ ത്രെഡ് കട്ട് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു പ്രോസസ്സാണ്. അതായത് സ്ക്രൂ ത്രെഡ് കട്ട് ചെയ്യാൻ വേണ്ടി. അപ്പോൾ അതിൽ നമ്മൾ മെറ്റൽ റിമൂവൽ വരാൻ പാടില്ല. അതിൽ കൊടുത്തേക്കുന്ന ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ എ ത്രെഡ് കട്ടിങ്, ഓപ്ഷൻ ബി ത്രെഡ് ചേസിങ്, ഓപ്ഷൻ സി ത്രെഡ് റോളിംഗ്, ഓപ്ഷൻ ഡി ടാപ്പിംഗ്. അപ്പം നമുക്കറിയാം, ഇപ്പം നമ്മൾ റോളിംഗ് എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് മെറ്റൽ റിമൂവൽ ഇല്ല. ഓക്കെ, റോളിംഗ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ആ മെറ്റലിനെ കംപ്രസ് ചെയ്ത് അല്ലെങ്കിൽ അതിനെ പ്രഷറൈസ്, അതിനെ ഫോഴ്സ് കൊടുത്ത് അതിനെ നമ്മൾ അതിനെ ഇഷ്ടമുള്ള ഷേപ്പിലാക്കി കൊണ്ടുവരികയാണ്. അപ്പം അവിടെ മെറ്റൽ റിമൂവൽ വരുന്നില്ല. അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ ഓപ്ഷൻ സി ത്രെഡ് റോളിംഗ് ആണ് നമ്മുടെ ആൻസർ. ഓക്കെ, നിങ്ങൾ റോളിംഗ് പ്രോസസ്സ് ഏതെടുത്താലും അതിനകത്ത് മെറ്റൽ റിമൂവ് ആയി വരത്തില്ല. ആ മെറ്റലിനെ നമ്മൾ ഫോഴ്സ് ചെയ്ത് അല്ലെങ്കിൽ കംപ്രസ് ചെയ്ത് പർട്ടിക്കുലർ ഷേപ്പിലാക്കി കൊണ്ടുവരികയാണ് ചെയ്യുന്നത് ബൈ യൂസിങ് റോളേഴ്സ്. അപ്പം അതേപോലെ ഒരു റോളർ കാണും. ആ റോളറിൻ്റെ വെളിയിലൊരു ത്രെഡിൻ്റെ പ്രൊഫൈൽ കാണും. എന്നിട്ട് നമ്മൾ രണ്ട് സൈഡിൽ നിന്നും ഈ പറയുന്ന വർക്ക് പീസിൻ്റെ പുറത്ത് നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് ആ റോളറിൻ്റെ പുറത്തുള്ള പ്രൊഫൈൽ ഇതിൻ്റെ പുറത്ത് നമ്മുടെ വർക്ക് പീസിൻ്റെ ഔട്ടർ പെരിഫറിൽ വീഴത്തേ ഉള്ളൂ. അല്ലാതെ ഒരിക്കലും അല്ലെങ്കിൽ ഒരു മെറ്റൽ റിമൂവ് ആവുന്നില്ല. ആ മെറ്റലിനെ കംപ്രസ് ചെയ്ത് അല്ലെങ്കിൽ ഫോഴ്സ് ചെയ്ത് അല്ലെങ്കിൽ ഷേപ്പ് ചെയ്ത് ഇഷ്ടമുള്ള ഷേപ്പിലേക്ക് മാറ്റുന്നു എന്നുള്ളതല്ലാതെ ഒരിക്കലും മെറ്റൽ റിമൂവൽ റോളിങ്ങിൽ നടക്കുന്നില്ല. അത് ഓർത്ത് വയ്ക്കുക. നമ്മുടെ ക്വസ്റ്റ്യൻ നമ്പർ 29ലേക്ക് പോവാം. ഇൻ സ്ക്രൂ ജാക്സ് ത്രെഡ് യൂസ്ഡ് ആർ. അപ്പോൾ സ്ക്രൂ ജാക്കിൽ ഈ താഴെ പറയുന്ന ഏത് ത്രെഡാണ് യൂസ് ചെയ്യുന്നതാണ് ചോദ്യം. ഓപ്ഷൻ എ BSW ആണ്. BSW എന്ന് പറഞ്ഞാൽ എന്താണ് അറിയാലോ, ബ്രിട്ടീഷ് സ്റ്റാൻഡേർഡ് വിത്ത് ആണോ? ഓപ്ഷൻ ബി വി ത്രെഡ് ആണോ? ഓപ്ഷൻ സി സ്ക്വയർ ത്രെഡ് ആണോ? ഓപ്ഷൻ ഡി BA എന്ന് പറഞ്ഞാൽ അതിന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് ബ്രിട്ടീഷ് അസോസിയേഷൻ ത്രെഡ് ആണോ എന്നുള്ളതാണ്. അപ്പോൾ നമുക്കറിയാം സ്ക്രൂ ജാക്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് സ്ക്വയർ ത്രെഡ് ആയിരിക്കും. അതായത് ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ. സ്ക്രൂ ജാക്കിൽ യൂസ് ചെയ്യുന്ന ത്രെഡ് എന്ന് പറയുന്നത് എന്താണ്? സ്ക്വയർ ത്രെഡ് ആണ്. ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ. ഇത് മറന്നു പോകരുത്. സ്ക്രൂ ജാക്ക് എന്ന് കേട്ടാലേ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ത്രെഡ് യൂസ്ഡ് ഈസ് സ്ക്വയർ ത്രെഡ് ആണ്. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 30. When an external gear is meshed with an internal gear. ഒരു എക്സ്റ്റേണൽ ഗിയർ എന്ന് പറഞ്ഞാൽ ഗിയറിന്റെ ഔട്ടർ പെരിഫറിയിലാണ് നമ്മൾ ഗിയർ കട്ട് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ ഗിയർ ടൂത്ത് കട്ട് ചെയ്തിരിക്കുന്നത്. അതാണ് എക്സ്റ്റേണൽ ഗിയർ എന്ന് പറയുന്നത്. ഇനി ഇന്റേണൽ ഗിയർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഗിയറിനെ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഇന്റേണൽ സർഫസിലായിരിക്കും നിങ്ങൾ ഗിയർ അല്ലെങ്കിൽ ഗിയർ ടൂത്തിനെ കട്ട് ചെയ്തിരിക്കുന്നത്. ആ ടൈപ്പ് ഓഫ് ഗിയർ ഇസ് കോൾഡ് ആസ് ഇന്റേണൽ ഗിയർ. When an external gear is meshed with an external gear, the gear will rotate. അപ്പം നമ്മൾ ഒരു എക്സ്റ്റേണൽ ഗിയറിന് എക്സ്റ്റേണൽ ഗിയറുമായിട്ട് തന്നെ കറക്റ്റ് നമ്മൾ മെഷ് ചെയ്യുവാണെങ്കിൽ, അതായത് നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ എക്സ്റ്റേണൽ ഗിയറിന് വേറൊരു എക്സ്റ്റേണൽ ഗിയർ നമ്മൾ ഗിയർ ബോക്സിലൊക്കെ കാണുന്ന പോലെ എക്സ്റ്റേണൽ ഗിയറിന് വേറൊരു എക്സ്റ്റേണൽ ഗിയറുമായിട്ട് മെഷ് ചെയ്യുവാണെങ്കിൽ ഒരെണ്ണം ക്ലോക്ക് വൈസ് കറങ്ങിയാൽ മറ്റേത് ആൻറ്റി ക്ലോക്ക് വൈസ് കറങ്ങും. അതാണ് കാര്യം. അതായത് വെൻ ടു ഗിയേഴ്സ് ആർ ഇൻ മെഷ്, നമ്മൾ നോർമലി പറയുന്ന എക്സ്റ്റേണൽ ഗിയേഴ്സിൻ്റെ കാര്യമാണ്. അപ്പം ഒരു എക്സ്റ്റേണൽ ഗിയറിനെ വേറൊരു എക്സ്റ്റേണൽ ഗിയറുമായിട്ട് നമ്മൾ മെഷ് ചെയ്താൽ ഈ ഗിയേഴ്സ് ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും ഇറങ്ങുന്നത്. ഒരെണ്ണം ക്ലോക്ക് വൈസ് ഇറങ്ങിയാൽ മറ്റേത് ആൻറ്റി ക്ലോക്ക് വൈസ് ഇറങ്ങും. അപ്പോൾ നമ്മുടെ ഓപ്ഷനിൽ കുറഞ്ഞത്തേക്കുന്ന ഓപ്ഷൻ എ സെയിം ഡയറക്ഷൻ അല്ല, നമുക്കറിയാം ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണ് ആൻസർ. വിൽ നോട്ട് റൊട്ടേറ്റ്, അതൊരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല. അതിന് പവർ കൊടുത്തെങ്കിൽ അതിന് കറങ്ങിയിട്ടേ പറ്റത്തുള്ളൂ. ഓക്കെ, ഇനി നൺ ഓഫ് ദീസ്, അതായത് നമ്മുടെ ഓപ്ഷൻ ബി ആണ് നമ്മുടെ ഈ 4 ഓപ്ഷനും നമ്മുടെ ആൻസർ ഓപ്ഷൻ ബി, ഓപ്പോസിറ്റ് ഡയറക്ഷൻ. അതായത് രണ്ട് ഗിയർ മെഷായിരിക്കുമ്പോൾ അത് എക്സ്റ്റേണൽ ഗിയേഴ്സ് ആണ് രണ്ടുമെങ്കിൽ ഒരെണ്ണം ക്ലോക്ക് വൈസ് ആണ് കറങ്ങുന്നതെങ്കിൽ മറ്റൊരു ആൻറ്റി ക്ലോക്ക് വൈസ് കറങ്ങും. ഓക്കെ, അതായത് ഓപ്ഷൻ ബി ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണ് നമ്മുടെ ആൻസർ. ഇത്രയും ക്വസ്റ്റ്യൻസ് നിങ്ങൾ പഠിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഹാവ് എ നൈസ് ഡേ.